കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി സംശയിക്കുന്നെന്ന് കുടുംബം സിബിഐക്ക് മൊഴി നൽകി. സംഭവത്തിൽ ആശുപത്രി ജീവനക്കാരെയും സഹപാഠികളെയും സംശയമുള്ളതായി വനിതാ ഡോക്ടറുടെ പിതാവ് പറയുന്നു. ആശുപത്രിയിലെ നിരവധി ഇന്റേണുകളും ഫിസിഷ്യന്മാരും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പിതാവിന്റെ മൊഴി. പുലർച്ചെ 3 മുതൽ രാവിലെ 10 മണിവരെ മകളുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ പോലും വന്നില്ല. ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ 7 മണിക്കൂർ ആരും വിളിക്കാത്തതിൽ ദുരൂഹതയുണ്ട് എന്നും വനിതാ ഡോക്ടറുടെ പിതാവ് മൊഴി നൽകി. കൂടുതൽ ജീവനക്കാരെ സിബിഐ ഇന്ന് ചോദ്യം ചെയ്തേക്കും. ആശുപത്രി തല്ലി തകർത്ത കേസിലും അന്വേഷണം തുടരുകയാണ്. അതേസമയം സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാവുകയാണ്. കൊലപാതകം നടന്ന കൊൽക്കത്ത RG കാർ മെഡിക്കൽ കോളേജിലും ആരോഗ്യ പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി. സമീപത്തെ ആശുപത്രികളിലെ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ ഇന്ന് സമരത്തിന് പിന്തുണയുമായി എത്തും. കേസിൽ സമഗ്രമായ അന്വേഷണവും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് നിയമനിർമ്മാണവും വേണമെന്നാണ് ആവശ്യം. OP ബഹിഷ്കരിച്ച 24 മണിക്കൂർ സമരവുമായാണ് IMA രംഗത്തുള്ളത്. കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനും പിന്നാലെ കൂടുതൽ സഹപാഠികളെയും ആശുപത്രി ജീവനക്കാരെയും CBI ചോദ്യം ചെയ്തേക്കും. മരണവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം സ്വീകരിക്കാൻ വനിതാ ഡോക്ടറുടെ പിതാവ് നേരത്തെ വിസമ്മതിച്ചിരുന്നു. അധികാരികളിൽ നിന്ന് തനിക്ക് വേണ്ടത് നീതി മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ മകളുടെ മരണത്തിന് നഷ്ടപരിഹാരമായി പണം സ്വീകരിച്ചാൽ അത് മകളെ വേദനിപ്പിക്കും. എനിക്ക് നീതിയാണ് വേണ്ടത്, അദ്ദേഹം പറഞ്ഞു. അതേസമയം PG ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട RG കാർ മെഡിക്കൽ കോളേജിന് നേരെ ആക്രമണം നടത്തിയ കേസിൽ 25 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിഷേധ മാർച്ച് നടത്തിയ BJP പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. BJP ബംഗാൾ ഘടകം പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ സുഗാന്ത മജുംദാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 7000ഓളം പേർ ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടിയിട്ടും സംസ്ഥാന ഇന്റലിജൻസിന് വിവരം ലഭിച്ചില്ലെന്നത് അവിശ്വസനീയമാണ് എന്ന് സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ പരാജയമായി മാറിയെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. കേസിലെ വീഴ്ചകളുടെ പേരിൽ ബംഗാൾ സർക്കാർ രൂക്ഷ വിമർശനം നേരിടുന്നതിനിടയിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ വനിതാ MPമാരെ അണിനിരത്തി മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ വനിതാ റാലി നടത്തി. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും യുവതിയുടെ സഹപ്രവർത്തകർ പങ്കാളികളാണെന്നും സംശയിക്കുന്നതായി മാതാപിതാക്കൾ CBIക്ക് മൊഴി നൽകി. സംഭവ സമയത്ത് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ സന്ദീപ് ഘോഷിനെയും സസ്പെൻഡ് ചെയ്യപ്പെട്ട മെഡിക്കൽ സൂപ്രണ്ട് ഉൾപ്പെടെ 40 ഡോക്ടർമാരെയും CBI ചോദ്യം ചെയ്തു. ഡോക്ടറുടെ കൊലപാതകത്തിനു പുറമെ പോലീസിന്റെയും കോളേജ് അധികൃതരുടെയും വീഴ്ചയും CBI അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായതായി ദേശീയ വനിതാ കമ്മീഷന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തി. വ്യാഴാഴ്ച പുലർച്ചെയാണ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം, നഴ്സിംഗ് യൂണിറ്റ്, മെഡിക്കൽ സ്റ്റോർ എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായത്. 2 പോലീസ് വാഹനങ്ങളും തകർത്തു. 15 പോലീസുകാർക്ക് പരിക്കേറ്റു. BJPയും CPMുമാണ് അക്രമങ്ങൾക്ക് പിന്നിലെന്ന് മമതാ ബാനർജി ആരോപിച്ചു. എന്നാൽ തെളിവ് നശിപ്പിക്കാൻ തൃണമൂൽ ഗുണ്ടകളാണ് ആക്രമണം നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ആരോപിച്ചു. ആക്രമണം നടത്തിയവരുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പേരോ പാർട്ടി ബന്ധമോ പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.